വിവാഹത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച് വീണ്ടും നാം ചിന്തിക്കുന്ന ദിവസമാണ്. So I wanted the young people to recreate our own wedding days. നമ്മുടെ വിവാഹ ദിവസം അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് നാം സ്വപ്നം കാണുന്ന ദിവസം അതെങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് താലി കെട്ടി ഒപ്പൊക്കെ ഇട്ട് വന്നിരുന്നപ്പോൾ ഒരു പാട്ട് കേട്ടു, ഇല്ലേ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഞാൻ പറഞ്ഞു നമുക്ക് അതൊന്ന് പാടാം. And when we sing that, I want each of you to go back to your wedding day. Think about that moments and then we will reflect on it later. Can we sing that together, sitting down? Yehovaya, bhayapettu avande vazhikalil nadakkunna evanum bhagyavan. Ninne kaigalude advana palam neethennum. Nee bhagyavan ninakku nannavarum. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവയായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. യഹോവ സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്റെ സമാധാനമുണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. And is that a happy memory? It's a blank face in some people's faces. മലാഖിയുടെ പുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കി. We will go through the text carefully. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്കും ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുവാൻ അത് നമ്മെ സഹായിക്കും. മലാഖി ദൈവവും മനുഷ്യനും തമ്മിലുള്ള സുദീർഘമായ ഒരു സംഭാഷണമാണ്, a conversation. And in that deep conversation, ഓരോ സെക്ഷനായിട്ട് വന്നതിന് ശേഷം ഇവിടെ there's a conversation about marriage, much more than marriage, about relationship. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയും. God who is concerned about the tears that wet the altars. ദൈവം തൻ്റെ ജീവിത അനുഭവത്തിൽ ആ സംഭാഷണത്തിന്റെ മധ്യേ ആ സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരോട് പറയുന്ന ഒരു അനുഭവമാണ്. അൾത്താരയിൽ വന്ന് ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും.
പക്ഷെ ഉള്ളം കൊണ്ട് കരയുന്ന ഒരുപാട് ആളുകളുണ്ട്. People who come to the altar with tears. മലാഖി ഈ സംഭാഷണം, ദൈവവുമായിട്ടുള്ള സംഭാഷണം അവരുടെ മുമ്പാകെ പറയുമ്പോൾ വളരെ വ്യക്തമായി നാം വായിക്കുന്നത് അതാണ്. നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയും. കണ്ണുനീരുണ്ട്, കരച്ചിലുണ്ട്, and sometimes it's only groaning. യഹോവയായ ദൈവം പറയുകയാണ്, I who is on the other side of the altar, ആ യാഗപീഠത്തിന്റെ മറുവശത്തിരുന്നു കൊണ്ട് ഞാൻ കാണുകയാണ് ഈ വേദനകൾ, ഈ കണ്ണുനീരുകൾ, ഈ ഞരക്കങ്ങൾ, ജീവിതത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ശബ്ദങ്ങൾ. ആ ഞരക്കങ്ങളുടെ അനുഭവത്തിൽ ഇവിടെ പറയുന്ന അനുഭവം ഇതാണ്. What are these tears all about? അനേകരുടെ ജീവിതത്തിൽ ഈ കണ്ണുനീര് happens just because they married wrong. വിവാഹം എന്ന ഏക കാരണം തെറ്റായി പോയി എന്നതുകൊണ്ട് തന്നെ ആ വേദന, വിവാഹ ജീവിതത്തിലെ വേദനയുടെ ആഴങ്ങൾ. Perhaps Malachi is using a symbolic language. We will not look at the symbols today. We will look at literally what Malachi is trying to tell the people 2,000-3,000 years ago. വിവാഹം നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവം നിശ്ചയിച്ച ഒരവസ്ഥയാണ്. God as the author of marriage. ബന്ധങ്ങൾ ദൈവത്തിന്റെ വലിയ ദാനമാണ്. God the author of marriage. കുഞ്ഞുനാൾ മുതൽ നാം കേട്ട് വളർന്ന ഈ യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ ചുറ്റും why are there tears today? കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പ്രധാനമായി ചെയ്തത് ഒരു മഹായിടവകയുടെ അനാഥാലയങ്ങളുടെ ചുമതല വഹിക്കുകയായിരുന്നു. Many of these children who are there are not orphans. They have fathers, they have mothers. പക്ഷേ somehow അവർ പറഞ്ഞു our marriage did not work. അപ്പൻ്റെ വഴിക്ക് പോയി, അമ്മയുടെ വഴിക്ക് പോയി. അപ്പൻ വേറെ വിവാഹം കഴിഞ്ഞു, അവർ സന്തോഷമായി ജീവിക്കും. അമ്മ വേറെ വിവാഹം കഴിഞ്ഞു, അവർ സന്തോഷമായി ജീവിക്കും. ആർക്കും വേണ്ടാതായി പോയ മക്കൾ അവിശ്വസ്തതയുടെ അനുഭവത്തിന് മധ്യേ വിലപിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ. And we saw several of them. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ദൂരെ നമ്മുടെ യങ്സ്റ്റേഴ്സ് പാട്ട് പാടും, നോ മമാസ് കിസസ്, നോ പപ്പാസ് ഹഗ്സ്. അമ്മയുടെ ഉമ്മം ലഭിക്കാത്തതായിട്ടുള്ള ജീവിതങ്ങൾ, അപ്പന്റെ ആശ്ലേഷം ലഭിക്കാത്തതായിട്ടുള്ള ജീവിതങ്ങൾ. അനേകം പേർ അങ്ങനെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നാം വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നത് God as the author of marriage. വിവാഹം ദൈവം മെനഞ്ഞ ഒരു യാഥാർത്ഥ്യം. ബന്ധങ്ങൾ ദൈവത്തിന്റെ വലിയ ദാനം. ദൈവം സൃഷ്ടിച്ചതാണ് വിവാഹമെങ്കിൽ, ദൈവത്തിന്റെ വലിയ ദാനമാണ് വിവാഹമെങ്കിൽ, നമ്മൾ ഇന്ന് ഒരുമിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, why is there tears in the altar? അൾത്താരയിൽ വന്ന് ആളുകൾ ബന്ധങ്ങളെ കുറിച്ച് വിലപിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ശ്രദ്ധേയമായ ഈ ചോദ്യം നാം ചോദിക്കുമ്പോൾ മലാഖി പറയുന്ന ചില കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം. God as the witness between you and the wife of your youth. ഒന്നാമത് മലാഖി നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്, യഹോവ നിനക്കും നിന്റെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. അതിനിടയ്ക്ക് ഒരു വാക്കുകൂടെ പറയുന്നത് എന്താണ്? യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിന്റെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. ഇസ്രായേൽ ജനതയോട് പറയുകയാണ്. പക്ഷെ ഒരു വാക്ക് അവിടെ നാം കാണുകയാണ്, നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന യൗവനത്തിലെ ഭാര്യ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒരു എബ്രായ വാക്ക് ഔദ് എന്ന എബ്രായ വാക്ക്. God as witness. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നടക്കുന്നതെല്ലാം കാണുകയാണ് ഞാൻ. 2 പേര് ഒരുമിച്ച് ആരംഭിച്ച ഒരു യാത്രയല്ല വിവാഹ ജീവിതം, കുടുംബജീവിതം. മൂന്നാമനായി ദൈവം കൂടെയുള്ള അനുഭവമാണ് കുടുംബജീവിതം.
ആ കുടുംബജീവിതത്തിൽ സഹചാരിയാണ് ദൈവം, കൂടെ യാത്ര ചെയ്യുന്നവനാണ് ദൈവം. Co-sojourner, somebody who travels with us, somebody who journeys with us in this journey. ആ ദൈവം പറയുകയാണ്, I am witness. Aud is one who sees everything, one who is a witness to everything. എല്ലാം കാണുന്നവനാണ് ഞാൻ. സൃഷ്ടാവായ ദൈവം, വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിവാഹത്തിന് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ, the reality that is happening around your life in marriage, I am seeing it. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നാം നമ്മുടെ കുടുംബ ജീവിതങ്ങളെ കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ എല്ലാം കാണുന്ന ഒരു ദൈവം. ഒരിക്കൽ ഒരു വിവാഹ അനുഭവത്തിന്റെ മധ്യേ പറഞ്ഞു, ഒരു പുതിയ മംഗളഗാനം വേണം. പുതിയ മംഗളഗാനം എഴുതിയപ്പോൾ ഞാൻ എങ്ങനെയാണ് എഴുതിയത്? മൂന്നാമനായി നീ വാഴേണമെന്നും രാജനായി ഇവരുടെ ഭവനമതിൽ. മൂന്നാമനായി നീ വാഴേണമെന്നും രാജനായി ഇവരുടെ ഭവനമതിൽ. ഫ്രാങ്ക്ലിൻ ദാസ് അച്ഛനാണ് ട്യൂൺ ചെയ്യാൻ കൊടുത്തത്. അച്ഛൻ ട്യൂൺ ചെയ്ത് വന്നപ്പോൾ പാട്ടിന്റെ വരി മാറി. എന്താണെന്ന് അറിയാമോ? ഒന്നാമനായി നീ വാഴേണമെന്നും രാജനായി ഇവരുടെ ഭവനമതിൽ. 3 പേർ ഒരുമിച്ച്. ആ 3 പേരിൽ ഒന്നാമനായി വാഴുന്നൊരു ദൈവം, സർവം കാണുന്നൊരു ദൈവം. അൾത്താരയിൽ കണ്ണുനീരോടുകൂടി കരയുന്നവരെ കണ്ടിട്ട് ആ ദൈവം പുരുഷനെ നോക്കി പറയുകയാണ്, നീ അവിശ്വസ്തത കാണിക്കുന്ന യൗവനത്തിലെ ഭാര്യ. We look at the next slide also, which says, God who is concerned about infidelity. നീ അവിശ്വസ്തത കാണിക്കുന്ന യൗവനത്തിലെ ഭാര്യ. This is a picture that is known to all of us. അവിശ്വസ്തത, ബഗാദ് എന്ന എബ്രായ പദം. Deceitful, unfaithful, dealing treacherously. അവിശ്വസ്തത എന്ന വാക്ക് നമ്മൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് പറയും, നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ട്രാൻസ്ലേഷൻ നന്നായിട്ട് ശ്രമിച്ചു ഇല്ലേ? The word is unending love. അറ്റുപോകുക എന്ന് പറഞ്ഞാൽ രസമുള്ള മലയാളം വാക്കല്ല. So when the liturgy was again revised, they said അറ്റുപോകാത്തതിന് പകരം അതിനേക്കാൾ നല്ലൊരു മലയാളം വാക്കാണ് പറ്റുക ഇല്ലേ? നിത്യമായ വിശ്വസ്തതയുടെയും what is unending love. അവസാനിക്കാത്ത സ്നേഹം എന്ന് പറയാനും പറ്റുന്നില്ല, അറ്റുപോകാത്ത സ്നേഹം. But they retained it in the next liturgy also. പക്ഷേ ഇതൊക്കെ പറയും കല്യാണത്തിൽ നിന്ന്. പക്ഷെ പിന്നീട് ഈ പടത്തിൽ കാണുന്നതാണ് അനുഭവം. അവിശ്വസ്തത. The spouses unfaithful to each other. And when spouses become unfaithful to each other, at least one of them, sometimes both, come unto God and cry. And God through Malachi says, ആ കണ്ണുനീര്, എൻ്റെ അൾത്താരയിൽ വീഴുന്ന കണ്ണുനീര്, മനുഷ്യ ബന്ധങ്ങളിലുള്ള അവിശ്വസ്തത മൂലമുണ്ടാകുന്ന കണ്ണുനീര് ഞാൻ കാണും. I see the tears. I see the tears that come because of unfaithfulness. സഭ ഒരുമിച്ച് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. എല്ലാ അവിശ്വസ്തതയെയും കാണുന്ന ഒരു ദൈവം, എല്ലാ അവിശ്വസ്തതയുടെ കണ്ണുനീരിനെയും അറിയുന്ന ഒരു ദൈവം. A God who sees all unfaithfulness, a God who understands the pain of unfaithfulness. എന്താണ് വിവാഹം? എന്താണ് കുടുംബം? ഞാൻ ആ SMS ഗ്രൂപ്പിനകത്ത് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച്, 5 Dreams of a Woman About Marriage. ആ പുസ്തകം കണ്ടപ്പോഴേ ഞാനെടുത്ത് വായിക്കണമെന്ന്. ഞാനത് വായിച്ചു. 5 മനോഹര സ്വപ്നങ്ങൾ. അതിലെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കും. അതിനുശേഷം the last chapter, but she says, unfortunately all these dreams crashed a week after my marriage. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ് വിവാഹത്തെക്കുറിച്ച്. പക്ഷെ ഞാൻ സ്വപ്നം കണ്ട വിവാഹവും ജീവിത യാഥാർത്ഥ്യവും ഒന്നായി തീർന്നില്ല. So what is God telling us? The next slide tells us this. God who reminds us that the spouse is a life companion. അവൻ നിന്റെ കൂട്ടാളി. Haveret, the Hebrew word, is used only once in the Bible. And here in Hebrew, Bible is in Malachi chapter 2. പറയുന്നത് എന്താണെന്ന് അറിയാമോ? Haver, the Hebrew word means to knit together. Can you let's come a little more? Yes.
to knit together. വേറൊരു സ്ഥലത്ത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലാണ്. I am a companion. That's the word there. I am a companion of all them that fear thee and of them that keep thy precepts. മലയാളത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചവർ പറഞ്ഞു, നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കൂട്ടാളി. And when Tamil comes, അനേവർക്കും ഞാൻ, it's a beautiful word, തോഴൻ. തോഴൻ, ആരാണ് തോഴൻ? Friend, not just a friend, who's always with you. The കൂട്ടാളി എന്ന് പറഞ്ഞാൽ, so we have several words here. We have the word haveret in Hebrew. We have the word കൂട്ടാളി in Malayalam, തോഴൻ in Tamil, companion, whatever it is. That is God's expectation. കൂട്ടുകാരൻ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് തക്കതായ ഒരു തുണ, കൂട്ടാളി, companion. But why is there tears in the altar? Companion എന്ന് പറയും, പക്ഷേ ചില ആളുകളുണ്ട് ഭർത്താവിനെ കാണുന്നത് വർഷത്തിൽ ഒരാഴ്ചയാണ്, അല്ലേ? അങ്ങ് ഗൾഫിലാണെന്ന് പറയും, അല്ല അങ്ങ് ഓസ്ട്രേലിയയിലാണെന്ന് പറയും, അല്ലേ? And I was just asked to do a correction of a thesis, for a PhD thesis. ഭർത്താക്കന്മാര് വിദേശത്തും ഭാര്യമാര് നാട്ടിലും താമസിക്കുന്ന ഭാര്യമാരുടെ പ്രയാസം, അതാണ് thesis വിഷയം. And then finally the writer said he wants to publish it and wanted a title to it. Title കൊടുത്തത് എന്താണെന്ന് അറിയാമോ? Distant hearts, distressed lives. അല്ലേ? അകന്നുപോയ ഹൃദയം, വേദനിക്കുന്നതായിട്ടുള്ള കണ്ണുനീരിലായിരിക്കുന്ന ജീവിതം. ഇവിടെ കുടുംബം, companion. God is very, very clearly saying, my expectation is simple. കൂട്ടുകാരനായി. തോഴൻ ഒരിക്കലും ദൂരത്തായിരിക്കാൻ പറ്റില്ല. തോഴൻ എപ്പോഴും കൂടെ സഞ്ചരിക്കണം. I'm not talking about life situations where you have to be separate. പക്ഷേ the expectation of God has to be affirmed through the pulpits once in a while at least. ഒരുമിച്ചായിരിക്കാൻ, കൂട്ടാളിയായിരിക്കാൻ, തോഴനായിരിക്കാൻ വിളിക്കുന്നതായിട്ടുള്ള ദൈവം. Malachi chapter 2 uses a fantastic word there, കൂട്ടാളി. നിന്റെ ജീവിത പങ്കാളി, നിന്റെ കൂട്ടുകാരനാണ്, കൂട്ടാളിയാണ്. പലപ്പോഴും അനേകരുടെ സ്വപ്നം അതായിരുന്നു, എൻ്റെ ജീവിത പങ്കാളി, ഗുഡ് ഫ്രണ്ട്, കൂടുതലൊന്നും ആഗ്രഹിച്ചില്ല, കൂട്ടുകാരൻ, കൂട്ടാളി. But then I realized he is married to work, not to me. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിക്ക് പോകും, രാത്രി ലേറ്റ് ആയാലും ജോലി കഴിഞ്ഞിരിക്കും. എന്നെക്കുറിച്ചോ എൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ 7 ദിവസവും ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. Why did he marry me? ചിലർ പറയും, I'm just an object. I'm just an object. കണ്ണുനീരിന് കാരണമായി അനേകം ജീവിതത്തിൽ നാം കേൾക്കുന്ന ഒരു വേദനയാണ്. എൻ്റെ കൂട്ടുകാരനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് സമയമാണ്. എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കരുതലാണ്. എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒത്തൊരുമയാണ്. ബട്ട് അതൊന്നും ലഭിക്കാതെ ഒറ്റയ്ക്കായി പോകുന്ന അനുഭവങ്ങൾ ഒരുപാടുള്ളപ്പോഴാണ് the church is called to help people review. തോഴന്മാരായി, തോഴനും തോഴിയുമായി, കൂട്ടുകാരനും കൂട്ടുകാരിയുമായി, കമ്പാനിയൻസായി ഒരുമിച്ച് ജീവിക്കണമെന്ന് സ്വപ്നം കണ്ടിട്ട് അൾത്താരയിൽ വന്ന് കരയുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങളുടെ യാഥാർത്ഥ്യം. നമ്മളതുകൊണ്ടാണ് പാടാറുള്ളത്, അല്ലേ? യേശുവിൽ എൻ തോഴനെ കണ്ടേൻ, എനിക്കെല്ലാം ആയവനെ. നെക്സ്റ്റ് സ്ലൈഡ്, ആ വരികളെങ്കിലും നമുക്ക് നോക്കാം, അല്ലേ? 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനെ, ഷാരോനിൻ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തിയേ, 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. തോഴനായിട്ട് കാണുമ്പോൾ എന്താണ് പറയുന്നത്? You will see him as more beautiful than the 10,000s. ആ ഒരു റിലേഷൻഷിപ്പ്, is there a relationship break that is happening? ബന്ധങ്ങൾ യാന്ത്രികമാകുന്നുവോ? അതുകൊണ്ടാണ് ഇന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നത്, honor your marriage, honor the commitment you made at your wedding day. We'll see the next slide, which says, God who reminds that the spouse is your covenant relationship. മലയാളത്തിൽ മനോഹരമായ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, നിന്റെ ധർമ്മപത്നിയുമല്ലോ. ഇല്ല, ധർമ്മപത്നി വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. But do you know this word in the Bible? ബൈബിളിലുണ്ടോ വാക്ക് ധർമ്മപത്നി? ഇല്ല, ധർമ്മപത്നി is used only once in the Bible, right? That is in Malachi chapter 2. നിന്റെ ധർമ്മപത്നി, which is a very, very powerful symbol that we have. ധർമ്മപത്നി, a very, very powerful symbol.
In Hebrew it's called Isha Berith. Berith is covenant, to cut the covenant. Berith, God of the Berith, covenant. ഒരു ഉദാഹരണമല്ല, covenant, Noahic covenant. എല്ലാ ഡിസ്ട്രക്ഷനും കഴിഞ്ഞു. We have a covenant and the symbol is on the backdrop. You might see it, the rainbow. എന്താണ് covenant? Covenant is this. Well, destruction happened. Why did destruction happen? I was good and you were bad. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. But now on, I am making a promise. The promise is, however bad you can turn out to be, you turn out. But I still be good. ഇനി ഞാൻ destroy ചെയ്യുകയില്ല. I will not destroy any further. You can be bad, but I will still be good. That is covenant. Covenant, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ നൽകുന്ന ഒരു ഉറപ്പാണ്, ഞാൻ നൽകുന്ന ഒരു തീരുമാനം. And Christian marriage said, we should not forget Malachi. It is not two people living together. It is a covenantal relation. പള്ളിക്കുള്ളിൽ വന്ന് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ്. നമ്മൾ കാലി കൊടുത്താലും ശരി, മോതിരങ്ങൾ കൊടുത്താലും ശരി, നമ്മൾ ചെയ്യുന്ന ഉടമ്പടി എന്താണ്? നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഞാൻ ഈ താലി അല്ലെങ്കിൽ മോതിരം നിനക്ക് തരുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ എന്നെ മാനിക്കുന്നു, എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിനക്ക് അവകാശമാക്കുന്നു എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. ഒരു ഉടമ്പടി, വിശ്വസ്തതയുടെ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിലൂടെ നിനക്ക് ലഭിച്ചയാളാണ് നിന്റെ ജീവിത പങ്കാളി, ധർമ്മ പത്നി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. തമിഴ് is very very clear. ഉടമ്പടിക്കയും മനവിയാകിയവൾ. ഉടമ്പടി, the same word is used. ഉടമ്പടി. പ്രിയപ്പെട്ടവരെ, what happens in our lives to the covenant? നമ്മൾ പല പള്ളികളിലും കവനന്റ് എടുക്കുമ്പോൾ എന്താ പറഞ്ഞ പാട്ട്? സ്വർഗവും ഈ കരാറിന് സാക്ഷി നിൽക്കുന്ന എന്മനമേ. സ്വർഗവും ഈ കരാറിന് സാക്ഷി നിൽക്കുന്ന എന്മനമേ. ധർമ്മം, ധർമ്മപത്നി, ആ ഉത്തരവാദിത്വങ്ങൾ ഒരുപാട് പേർ മറന്നു പോകുന്ന ഒരു ലോകത്താണ് ഇന്ന്. ലോകത്തിന്റെ സഭകളിലെല്ലാം മലാഖിയിലൂടെ നാം ഓർമ്മപ്പെടുത്തുന്നത് ധർമ്മപത്നി. ധർമ്മം എന്ന വാക്ക്, what is it? It's a beautiful Malayalam word. There's a beautiful story that tells us what dharmam is all about. ഒരു സന്യാസി നന്നായിട്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കാക്ക ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യം ചെയ്യും, ഇല്ലേ? ഇപ്പോൾ സന്യാസി അങ്ങോട്ട് എഴുന്നേറ്റു, കാക്കയുടെ ശല്യം ചെയ്യൽ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സന്യാസി കാക്കയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കാക്ക മലക്കം പറഞ്ഞു. സോ ദ സ്റ്റോറി ഗോസ്. സന്യാസിക്ക് വിശപ്പായി. സന്യാസി പറഞ്ഞു എന്തെങ്കിലും ഭക്ഷണം വേണം. അതുകൊണ്ട് കാടിനുള്ളിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് ഇറങ്ങി. ഗ്രാമത്തിൽ ഇറങ്ങിയിട്ട് he knocked at the door. കുറേ നേരം അകത്തുനിന്ന് ശബ്ദം കേൾക്കും, ആ വരുന്നതിന് ശബ്ദം കേൾക്കാം, ഇല്ലേ? പക്ഷെ ആരും വരുന്നില്ല. സന്യാസി കുറേ നേരം ദേഷ്യം കൂടുതലാണ് സന്യാസി പറഞ്ഞു ഇതിപ്പം ആരും വരുന്നില്ല, കുറേ ദേഷ്യം കണക്കിൽ കൂടി വന്നപ്പോഴത്തേക്ക് ആ സ്ത്രീ ഇറങ്ങി വന്നു ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു അതാണ് എൻ്റെ ധർമ്മം, അല്ലേ? അതാണ് എൻ്റെ ധർമ്മം. അപ്പോൾ സന്യാസി പറയാണ്, ഇല്ല, ധർമ്മം എന്നെ പഠിപ്പിക്കുകയാണ്, ഇല്ലേ? ധർമ്മം എന്നെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ സന്യാസിന്റെ മനസ്സിലുണ്ടായി. ആൻഡ് ഹി വാസ് a bit surprised because she said one more thing. കാക്കയോട് ചെയ്തതുപോലെ എന്നോട് ചെയ്യില്ല. സന്യാസി പറഞ്ഞു എന്നെ ധർമ്മം എന്തെന്ന് പഠിപ്പിക്കണമേ. അപ്പോൾ സ്ത്രീ പറഞ്ഞു എനിക്ക് ധർമ്മം എന്തെന്ന് അറിയില്ല. ധർമ്മസേനൻ എന്നൊരാൾ ഗ്രാമത്തിലുണ്ട്. And who is he? He is the butcher in town. He will teach you about what dharma is. അപ്പോൾ സന്യാസി പറഞ്ഞു നമുക്ക് ബുച്ചറിന്റെ അടുത്ത് പോകാം. So he went to the butcher. So ബുച്ചറിന്റെ അടുത്ത് എന്നു ദൂരം എന്ന് പറഞ്ഞു. ബുച്ചറിന്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെ കസ്റ്റമേഴ്സ് ആ വെയിറ്റിംഗ്. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല, ഇല്ലേ? ബുച്ചർ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ചില കടക്കാർ പറയും കണ്ടിട്ടുണ്ടേ, ഇല്ലേ? So after all the people were gone, the butcher came and said, what do you want? സന്യാസി ദേഷ്യം, എൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമേഴ്സിനോടാണ്. സോ അവരോടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞതിന് ശേഷമേ I can attend to other things. അപ്പോൾ പറഞ്ഞു ധർമ്മം എങ്ങനെയാണ് പറഞ്ഞു? ധർമ്മം പറയണമെങ്കിൽ ഇല്ല, വീട്ടിലോട്ട് വന്നാൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. He went home. So the butcher said, please wait downstairs. I'll come in a few moments. ഈ few moments ഇങ്ങനെ കുറേ നേരമായപ്പോൾ സന്യാസിക്ക് പിന്നെയും ദേഷ്യം വന്നപ്പോഴത്തേക്ക് butcher came down and said, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ആഹാരം കൊടുക്കുകയായി. The evening time, this 15 minutes is set apart for them. അതെൻ്റെ ധർമ്മമാണ്. എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും ഞാൻ കൊടുക്കേണ്ടതായിട്ടുള്ള സമയമുണ്ട്. And that time I was giving. Sorry for making you waiting. പ്രിയപ്പെട്ടവരെ, what is ധർമ്മം? ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ. ധർമ്മ പത്നി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ you have a responsibility to her
and she has a responsibility to you. ഭാര്യയ്ക്കൊരു ധർമ്മമുണ്ട്, ഭർത്താവിനൊരു ധർമ്മമുണ്ട്. പതിക്കൊരു ധർമ്മം, പത്നിക്കൊരു ധർമ്മം. ആ ധർമ്മം നിനക്ക് ആരോടാണോ ഉള്ളത്, അവൾ നിന്റെ ധർമ്മപത്നി. God goes on one step further. അടുത്തത് നാം അവിടെ വായിക്കുന്നത്, a God who is concerned about the loss of senses in a relationship. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. When people lose their senses in relationship and in relation to their spouses, they contemplate evil. എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ ദുഷ്ടത ഉണ്ടാകുന്നത്? It's simple. When man loses his senses, ജീവിത തോഴിക്ക് ദോഷം നിരൂപിക്കുന്നവൻ, സുബോധം നഷ്ടപ്പെട്ടവൻ. That's why we say we need to look at the manifestations of infidelity today, domestic violence, situations of difficulties at homes where people come to the altar and weep. People come to the altar and pray. എന്തെല്ലാം തരത്തിലുള്ള വേദനകളാണെന്ന് I'll tell you one example and I will close soon. 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക്, we have 2 homes run for them. Normally we say it should be the most deserving cases. എന്നാൽ അവിടേക്ക് പലപ്പോഴും ഈ 9th standard, 10th standard, 13-year-old, 14-year-old applications വരാറ്. We take only normally 15-year-olds. Sometimes one year this was so many of them. The applications on the I was told, just study. Why is it that people are asking for 15, 14-year-old, 13-year-old admissions in such institutions? So, Naranj Ammamare, they were keeping on coming back to me saying, will I get an admission? And some people even said, we will somehow do at least domestic work and pay for what is required. ഒരു ദിവസം ഈ 4 അമ്മമാരെയും ഒരുമിച്ച് വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചു, അപ്പനുണ്ട്, അമ്മയുണ്ട്, ജീവിത സാഹചര്യമുണ്ട്, why do you want to put them in an orphanage? അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അപ്പനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് പ്രശ്നം. മദ്യപിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയാര് മകളാര് എന്ന് തിരിച്ചറിയാനാവുന്നു. What I want for my daughter is a safe space. A safe space. അപ്പനിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന മക്കൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ പോലും ജീവിക്കുന്ന ഒരു ലോകത്തിലാണ്. കർത്താവിന്റെ മേശയിലേക്ക് വരുന്നതിന് മുമ്പായി ഈ അൾത്താരയിൽ കണ്ണുനീർ ഒരുപാട് വീഴുന്നു. ആ കണ്ണുനീരിനെ കുറിച്ച് സഭയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണമെന്ന് നാം ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. God who is concerned about the permanence of marriage. ഞാൻ ഉപേക്ഷണം, the last slide says that, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. With all due respects to those who had to walk out of difficult marriages, we need to affirm the permanent nature of marriage. മനുഷ്യൻ അപ്പനും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ദേഹമായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ജീവിത ബന്ധങ്ങൾ, they think you can easily walk out of it. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നത്. Honor marriage. അവസാനം, God, the next slide please. God who forewarns all to take marriage seriously. അവസാനം നാം വായിച്ച് അവസാനിപ്പിച്ചതാണ്. മലാക്കിയുടെ പുസ്തകം പലപ്പോഴും നമ്മൾ വായിക്കാറില്ല, വായിച്ചാലും ശ്രദ്ധിക്കാതെ, പക്ഷെ അതിനുള്ളിലുള്ള ആഴമേറിയ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ അവിശ്വസത കാണിക്കാതിരിക്കേണ്ടതിന്, will we close that passage? നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിശ്വസ്തത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. And I added one more slide and we'll close with that slide. How good is your marriage today? Options. Exciting? Getting along? Enduring? മതിയായേ? Honor marriage. Let us help our young people to honor marriage. Let us help our young people to see our married lives. എൻ്റെ അപ്പനും അമ്മയും കുടുംബജീവിതം ജീവിക്കുന്നത് പോലെ ഒരു കുടുംബജീവിതം എനിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ വിവാഹത്തെ മാനിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.